സൗദി സ്വകാര്യ മ്യൂസിയങ്ങളിൽ ശ്രദ്ധേയമായ അൽ സാദ്രിയ മ്യൂസിയം ചരിത്ര സംരക്ഷണത്തിൽ ഉജ്ജ്വലമായ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്നു. മധ്യ അറേബ്യയുടെ ചരിത്രശേഷിപ്പുകൾ ഉൾക്കൊള്ളുന്ന മ്യൂസിയം വാദി ദവാസിറിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര പൈതൃക കേന്ദ്രം കൂടിയാണ്. അറബ് ഇസ്ലാമിക വാസ്തുവിദ്യയുടെ നിരവധി ശേഖരങ്ങളുള്ള ഈ കേന്ദ്രത്തിൽ സൗദി മധ്യ കാലഘട്ടം വരെയുള്ള അറേബ്യയിലെ ജീവിതശൈലി മാതൃകകളും പുരാവസ്തുക്കളും സംരക്ഷിക്കുന്നു. BC 3000 വരെയുള്ള വിവിധ കാലഘട്ടങ്ങളിലെ 2000-ലധികം പുരാവസ്തുക്കളും 1000 നാണയങ്ങളും ഇവിടെയുണ്ട്. 1700 വർഷത്തിലേറെ പഴക്കമുള്ള സുമേറിയൻ കയ്യെഴുത്തു പ്രതി, നിരവധി യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാളുകളും കുന്തങ്ങളും, റഷ്യൻ, ചൈനീസ്, യമൻ, ബ്രിട്ടീഷ്, സുമേറിയൻ, പാൽമിറ പോലുള്ള ലോകത്തിലെ എല്ലാ നാഗരികതകളെയും പ്രതിനിധീകരിക്കുന്ന പുരാവസ്തുക്കൾ, സൗദിയിലെ അസീർ, നജ്ദ് തുടങ്ങിയ പ്രദേശങ്ങളിലെ പുരാവസ്തുക്കൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. ഈ സ്വകാര്യ മ്യൂസിയത്തിന്റെ സ്ഥാപകൻ ഷെയ്ഖ് സൽമാൻ ഹമൂദ് അൽ ഹദ്ല അൽ ദോസരി എന്ന സൗദി പൗരനാണ്. റിയാദിലെ ബിൻ ഖാസിം ലേലത്തിൽ ഷെയ്ഖ് സൽമാൻ പിതാവിനോടൊപ്പം പലപ്പോഴും പോകാറുണ്ടായിരുന്നു. അവിടെ പുരാവസ്തുക്കളും പൈതൃക സ്വത്തുക്കളും നിസ്സാര വിലക്കാണ് വിൽക്കപ്പെടുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പല ഉടമകൾക്കും അവയുടെ മൂല്യം അറിയില്ലായിരുന്നു. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ വിദേശികളായിരുന്നു ഏറെയും സ്വന്തമാക്കിയിരുന്നത്. അങ്ങനെയാണ് മധ്യ അറേബ്യയുടെ ചരിത്രം കാത്തുസൂക്ഷിക്കാൻ ഒരു മ്യൂസിയം സ്ഥാപിക്കുക എന്ന ആശയത്തിലേക്ക് ഷെയ്ഖ് സൽമാൻ അൽ ദോസരി എത്തിച്ചേരുന്നത്. പുരാതന നാഗരികതകളുടെ പൈതൃക സംരക്ഷണം, പരിപാലനം, പ്രദർശനം തുടങ്ങിയവയിൽ മ്യൂസിയങ്ങളുടെ പങ്കിനെക്കുറിച്ചുള്ള സന്ദർശകരെ ബോധവൽക്കരിക്കുക, രാഷ്ട്രങ്ങളുടെയും ജനങ്ങളുടെയും ചരിത്രത്തെയും സാംസ്കാരിക നാഗരിക വേരുകളെയും കുറിച്ചുള്ള അറിവ് വരും തലമുറക്കായി പകർന്നു നൽകുക എന്നീ ലക്ഷ്യങ്ങളും മ്യൂസിയം സ്ഥാപിക്കുന്നതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. 1981-ൽ പുരാവസ്തുക്കൾ സ്വന്തം വീട്ടിൽ ശേഖരിച്ചുകൊണ്ടായിരുന്നു ഇതിൻ്റെ തുടക്കം. പിന്നീട് 1992 മുതൽ 2001 വരെ ഒരു കട വാടകയ്ക്കെടുത്തു. 2001-ലാണ് അൽ സാദ്രിയ മ്യൂസിയം സ്ഥാപിച്ചത്. 10 ദശലക്ഷത്തിലധികം റിയാൽ ഇതിന് ചിലവഴിച്ചെങ്കിലും മ്യൂസിയം തുറന്നതിനു ശേഷം സന്ദർശകരിൽ നിന്ന് ഒരു ഫീസും ഈടാക്കിയിട്ടില്ല. നജ്ദി വാസ്തുവിദ്യ, അസീർ വാസ്തുവിദ്യ, ജെറുസലേമിൻ്റെ താഴികക്കുടം, ഇസ്രായേൽ ആക്രമണങ്ങളെ കല്ലുകൊണ്ട് പ്രതിരോധിക്കുന്ന ഫലസ്തീൻ കുട്ടികളുടെ വളരെ ഉയരമുള്ള ഒരു സ്തൂപം, യമൻ വാസ്തുവിദ്യ, ചൈനീസ് ഡ്രാഗൺ, ഇന്തോനേഷ്യയിലെ വെള്ളച്ചാട്ടങ്ങൾ, റഷ്യയിലെ ക്രെംലിനിലെ താഴികക്കുടങ്ങൾ തുടങ്ങി അറബ് ഇസ്ലാമിക അന്താരാഷ്ട്ര വാസ്തുവിദ്യകളുടെ നിരവധി മാസ്റ്റർ പീസുകൾ അടങ്ങിയ വിശാലമായ മുറ്റവും മ്യൂസിയത്തിനോടനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. അറബ് ആതിഥ്യ മര്യാദയുടെ മാതൃകകൾ, വെള്ളം കൊണ്ടുവരുന്നതിനുള്ള ഉപകരണങ്ങൾ, പരവതാനികൾ, തുകൽ, മരം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിവിധ രൂപങ്ങളും, നിരവധി ലഘുലേഖകൾ, കയ്യെഴുത്തു പ്രതികൾ, വിശുദ്ധ ഖുറാന്റെ പുരാതന പ്രതികൾ, ലോഹ കറൻസികൾ, ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങൾ, പരമ്പരാഗത വൈദ്യശാസ്ത്ര ഉപകരണങ്ങൾ തുടങ്ങി സമ്പന്നമായ സൗദി കാലഘട്ടം വരെയുള്ള മധ്യ അറേബ്യയുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്രയാത്രയിലേക്കാണ് അൽ സാദ്രിയ മ്യൂസിയം കവാടം തുറന്നു വെച്ചിരിക്കുന്നത്. 14,400 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്.